ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സിയദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാർക്കറ്റ് കൺസോൾഡേറ്റ് ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് കൺസോൾഡേറ്റ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് 50 പോയിന്റ് ഉയർന്നു. കൂടാതെ തന്നെ ഇന്ന് നല്ല രീതിയിലുള്ള ഇൻട്രാഡേ മൂവ്മെൻറ്റ് നൽകി. ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് 170 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നിഫ്റ്റി നൽകി. ശേഷം സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കഴിഞ്ഞ 3 ദിവസത്തെ ഒരു ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ FIസിൻ്റെ ഭാഗത്തു നിന്ന് 2 ദിവസവും ഹെവി ബൈയിങ് ആയിരുന്നു. ഇന്നലെ മാത്രം 111 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. DIS ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ 3500 കോടി രൂപയുടെ ബൈയിങ് നടത്തി. അപ്പോൾ FIസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സെല്ലിംഗ് പ്രഷർ ഇല്ല. DISൻ്റെ ഭാഗത്തു നിന്ന് കനത്ത ബൈയിങ് തുടരുന്നുണ്ട്. റീറ്റെയിലേഴ്സ് തിങ്കളാഴ്ച ദിവസം ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ വലിയ സെല്ലിംഗ് പ്രഷർ ഇല്ലാത്തൊരു മാർക്കറ്റിലാണ് ഇപ്പോൾ നിൽപ്പ്. FIസിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പതിയെ ഈ ഒരു ഇലക്ഷനും അത് സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ പ്രധാന മാധ്യമങ്ങളിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മളും പതിയെ ആ വാർത്തകൾ മറക്കും. ഇന്ത്യ വിക്സ് ചാഞ്ചാട്ട സൂചികയെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് 31 നിന്ന് ഇപ്പോൾ നിൽക്കുന്നത് 14 പ്രീമിയം എല്ലാം തന്നെ വലിയ തോതിൽ ഇടിഞ്ഞു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ബയേഴ്സ് വളരെ വലിയ രീതിയിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഈ നമ്മളുടെ പ്രധാന ലോക്കൽ ക്യൂസ് നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് പതിയെ മായുമ്പോൾ ലോക്കൽ ക്യൂസാണ് മായുന്നത്. ഗ്ലോബൽ ക്യൂസുകൾക്ക് വളരെ വലിയ രീതിയിലൊരു പ്രാധാന്യം കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ഒരു ഗ്ലോബൽ ക്യൂസ് എന്ന് പറയുന്നത് US ഇൻഫ്ലേഷൻ ഡേറ്റയും കൂടാതെ തന്നെ US നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളുമാണ്. US മാത്രമല്ല, ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള 2 രാജ്യങ്ങളുടെയും വീണ്ടും വരുന്നുണ്ട്. അതെല്ലാം തന്നെ നാളെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് സെൻസെക്സിൻ്റെ മാത്രമല്ല എക്സ്പയറി ഉള്ളത്. തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ബക്രീദ് കാരണം അവധിയായതുകൊണ്ട് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെയും ബാങ്ക് എക്സിൻ്റെയും എക്സ്പയറി വെള്ളിയാഴ്ച ഉണ്ടാവും. കൂടാതെ തന്നെ നാളെ ഗ്ലോബൽ മാർക്കറ്റ് കാത്തിരിക്കുന്ന US ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങളും മറ്റുള്ള കാര്യങ്ങളും വരും. ഇനി നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണെങ്കിൽ സിമൻറ്റ് സ്റ്റോക്കുകളിൽ ബൈക്കിങ് കാണുന്നുണ്ട്. ഗവൺമെൻറ് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല സിമൻറ്റ് കമ്പനീസ്, അംബുജ ഉൾപ്പെടെയുള്ള സിമൻറ്റ് കമ്പനീസ് എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കുന്നുണ്ട്. PSU കമ്പനീസിൽ ബൈയിങ് തുടരുന്നുണ്ട്. കോൺകോഡ്, NMDC, കോൾ ഇന്ത്യ തുടങ്ങിയ പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ PSU സെക്ടറിൽ നേട്ടം കൈവരിച്ചു. FMCG സെക്ടറിൽ ഈ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് കൈറേറ്റുള്ളത് HUL-ഉം അതല്ലെങ്കിൽ ബ്രിട്ടാനിയയും നെസ്ലെ തുടങ്ങിയ കമ്പനീസ് ആയിരുന്നുവെങ്കിൽ മാർക്കറ്റ് സ്റ്റേബിൾ ആയപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷറാണ് ഈ ഒരു FMCG കമ്പനീസിൽ കാണുന്നത്. ഇനി നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റേഞ്ച് ആയിട്ടുള്ള 23,305 സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പാണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം 142 പോയിൻ്റ് ഉയർന്ന് നിഫ്റ്റി 23,422 ഒരു ഹൈ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് ഇന്നലത്തെ മാർക്കറ്റിൻ്റെ നമ്മുടെ ക്ലോസിങ്ങിൽ നിന്ന് 58 പോയിൻറ്റും സെൻസെക്സ് 149 പോയിൻറ്റും നിഫ്റ്റി ബാങ്ക് 189 പോയിൻറ്റിൻ്റെയും ഒരു അപ്പ് മൂവ്മെൻറ്റാണ് നമുക്ക് നൽകിയത്. നിഫ്റ്റിയിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് കോൾ ഇന്ത്യ 2.5%, പവർ ഗ്രിഡ്, ഐഷർ മോട്ടോഴ്സ്, SB ലൈഫ്, ടെക്കം തുടങ്ങിയ കമ്പനീസാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് M&M, ബ്രിട്ടാനിയ, HUL, ടാറ്റ കൺസ്യൂമർ, ടൈറ്റ കമ്പനി. അപ്പോൾ ടോപ്പ് ഗെയിനേഴ്സിൽ 3 കമ്പനീസും FMCG സെക്ടറിലുള്ള കമ്പനിയാണ്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 67,800, ഗോൾഡ് $2,313 പെർ ഔൺസ്, ബ്രൻ്റ് ഓയിൽ $82 പെർ ബാരൽ, ഓസ്ട്രേലിയ റെഡിലടച്ചു, ചൈന കൊറിയ ഫ്ലാറ്റായിരുന്നു, നിക്കി ജപ്പാൻ മാർക്കറ്റ് റെഡിലടച്ചു, ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നും 2.5% ഇടിഞ്ഞ് 14.38. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെ കാണാം. 3 പോസിറ്റീവിലാണ് ട്രേഡ് തുടരുന്നത്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. സ്പോട്ടുള്ളത് 23,322. സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് 23,000 റെസിസ്റ്റൻസ് ആയിട്ട് ഉള്ളത് 23,500 23,800 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഓപ്ഷൻ റൈറ്റേഴ്സിന് ആ ഒരു പേടി മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല, നിലനിൽക്കുന്നുണ്ട്. മാർക്കറ്റിൽ നിന്ന് പതിയെ ആ ഒരു പേടിയും മാറിയാലാണ് ഈ ഒരു ഓപ്ഷൻ ചെയിൻ എല്ലാം തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഇരുന്നും
വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും 6 മാസത്തെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ സപ്പോർട്ട് ടൈമിൽ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് കിടക്കുമ്പോൾ നാളെ രാവിലെ 7:30ക്ക് നമ്മുടെ പ്രീ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യം വാർത്ത BPCLനെ സംബന്ധിച്ചാണ്. 50,000 കോടി രൂപയുടെ പുതിയ പ്ലാന്റ് BPCL ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ഇനോക്സ് വിൻഡ് കമ്പനി, ഇനോക്സ് വിൻഡിന് പ്രമുഖ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ക്രിസിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കാൽവിൻ ഫൈൻ സയൻസ് കമ്പനി, ഇവർ വിക്ടോർ ഫാർ ഇൻവെസ്റ്റ്മെൻറ്റ് ബെൽജിയം കേന്ദ്രമായിട്ടുള്ള കമ്പനിയുടെ 100% സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഹെറിറ്റേജ് ഫുഡ്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുടെ കെയർ ഓഫിലുള്ള കമ്പനി, കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 72% റിട്ടേൺ കിട്ടിയ കമ്പനി. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവ ലോവർ സർക്യൂട്ടാണ്. ലോവർ സർക്യൂട്ട് ലിമിറ്റ് 5% ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഡോളർ ഇൻഡസ്ട്രീസ് കമ്പനി, ഇവർ 50% സെയിൽസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. HCL ടെക് കമ്പനി, ഇവർ ഒളിമ്പ്യസ് ആയിട്ട് പുതിയ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ള IT പ്രോഗ്രാംസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ബ്രൈറ്റ്കോം ഗ്രൂപ്പ് കമ്പനി, കഴിഞ്ഞ ഓൾ ടൈം ഹൈയിൽ നിന്ന് 91% ഇടിഞ്ഞൊരു കമ്പനിയാണ് ബ്രൈറ്റ്കോം ഗ്രൂപ്പ്. പ്രധാനമായിട്ടും ഈ ഒരു കമ്പനി ഇവരുടെ ക്വാർട്ടർ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് അല്ലെങ്കിൽ ക്വാർട്ടർ റിസൾട്ട് ആളുകൾക്ക് പബ്ലിഷ് ചെയ്യുന്നതിൽ കുറച്ച് ഡിലേ വന്നതുകൊണ്ട് സെബി കുറേ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയ കമ്പനിയാണ്. ഒരുപാട് അലിഗേഷനിലൂടെ കടന്നുപോയ കമ്പനിയാണ്. 91% ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റിസൾട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. അപ്പോൾ ഈ കമ്പനീനെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരുപാട് ഇതുപോലെയുള്ള പെന്നി സ്റ്റോക്കുകൾ, പെന്നി കമ്പനികളുണ്ട്. അത് ഇടിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു അവസാനം ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഒരു ഇത്തരം പെന്നി സ്റ്റോക്കുകളിലിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രബിൾ ആക്കാനായിട്ട് ശ്രമിക്കരുത്. ഇനി റൈറ്റ്സ് കമ്പനീനെ സംബന്ധിച്ച് ഇവർ ആൻഡൽ ഡീസലായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. മണപ്പുറം ഫിനാൻസ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 18% ലോൺ ഗ്രോത്ത് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഗോ ഡിജിറ്റ് കമ്പനി, മികച്ച Q4 റിസൾട്ട് കാരണം കമ്പനി 10% ഒരു വളർച്ച, ഒരു റാലി ഇന്നുണ്ടാക്കി. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനി, വേൾഡ് അത്ലറ്റിക് ഈവൻറ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ കരാറ് ഇവർക്കാണ് കിട്ടിയിട്ടുള്ളത്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പനിക്ക്. ടാറ്റ പവർ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, ഈ ഇന്ത്യയിലെ പ്രമുഖ എല്ലാ ബസ് സർവീസുകളിലായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ ബസ് ഡിപ്പോസിലെല്ലാം തന്നെ ടാറ്റ മോട്ടോഴ്സിന് ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക്കൽ ബസ് ഉണ്ട്. ഈ ഇലക്ട്രിക്കൽ ബസ് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ അതാത് ബസ് ഡിപ്പോയിൽ കമ്പനി ചെയ്യാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. ഏകദേശം ഒരു 3000-ഓളം ഇത്തരം ചാർജിങ് സ്റ്റേഷൻ ഉടനടി കമ്പനി ചെയ്യും. ടെസ്മാക്കോ റെയിലായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, കമ്പനി അടുത്ത 3 വർഷത്തിനുള്ളിൽ കടരഹിത കമ്പനിയായിട്ട് മാറുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. L&T മൈൻട്രി കമ്പനി, ഇവർ ഒരു പുതിയ S&P ആയിട്ട് ഒരു പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ക്രസ്റ്റ് വെഞ്ചേഴ്സ് കമ്പനി ഇന്ന് നല്ലൊരു റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. കമ്പനിയുടെ 5 പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്. 4000 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് പുതിയ പ്രൊജക്റ്റ് വരുന്നത്. ഗ്ലെൻമാർക്ക് ഫാർമയുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ടാറ്റ LXE കമ്പനി, ഇവർ ഡിഫൻഡർ റാലി സീരീസായിട്ട് നീണ്ട ഒരു 5 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാമിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ഡീറ്റെയിൽസ് തുടങ്ങിയ ഒരുപാട് ഇൻഫർമേഷൻസ് ട്രേഡേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറഞ്ഞ ടാബിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം ആക്സസ് ചെയ്യാം, ഫ്രീ ആണ്. അപ്പോൾ നാളെ രാവിലെ 7:00ക്ക് വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റായിട്ട് എത്താം. എല്ലാവർക്കും